Hi students, നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫോർത്ത് മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കോണ്ടക്ട് കെയർ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സെക്കൻഡ് ചാപ്റ്ററാണ് ലേസർ. എന്താണ് ലേസർ എന്ന് പറഞ്ഞാൽ? ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതായത് ഒരു ലൈറ്റിനെ നമ്മൾ റേഡിയേഷൻ വഴി നമ്മൾ ആംപ്ലിഫൈ ചെയ്യിക്കുകയാണ്. അപ്പൊ ഈ ലേസറിനെ കുറിച്ച് നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ പഠിക്കുന്നുള്ളൂ. ലേസർ എന്താണ്, അതുപോലെ ലേസറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്, അതുപോലെ 3 തരത്തിലുള്ള ലേസേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ ലേസറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്. ആൻ അറ്റോമിക് സിസ്റ്റം ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ് ഓർ എനർജി ലെവൽ. അതായത് ഒരു അറ്റോമിക് സിസ്റ്റം നിലനിൽക്കുന്നത് ഡിഫറെന്റ് എനർജി ലെവലുകളായിട്ടാണ്. ഒരേ എനർജി ലെവലുകളായിട്ടല്ല, ഡിഫറെന്റ് എനർജി ലെവലുകളായിട്ടാണ് ഒരു അറ്റോമിക് സിസ്റ്റം നിലനിൽക്കുന്നത്. ദ ലെവൽ ഓഫ് ആൻ ആറ്റം വിത്ത് ദ ലോവസ്റ്റ് എനർജി ഈസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് കുറച്ച് എനർജി ലെവലായിട്ടുള്ള ലെവലിൽ നമ്മൾ എന്ത് പറയും? ഗ്രൗണ്ട് ലെവൽ എന്ന് പറയും. പറഞ്ഞത് ലെവൽ ഓഫ് ആൻ ആറ്റം വിത്ത് ദ ലോവസ്റ്റ് എനർജി, അതായത് ലോവസ്റ്റ് എനർജി ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയും. ഹയസ്റ്റ് എനർജി ലെവൽ ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ടാകും, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാകും. ഒരു അറ്റോമിക് സിസ്റ്റത്തിന് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റും ഉണ്ടാവും. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ലോവർ എനർജി ലെവലുള്ള സ്റ്റേറ്റും, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഹയർ എനർജി ലെവലുള്ള സ്റ്റേറ്റുമാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് when an atom in the excited state it may soon change to a state of lower energy by emitting a photon. അതായത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിന് ലോവർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. അത് എങ്ങനെയാണ്? ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാല് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും? മൂവ് ചെയ്യാൻ കഴിയും. അത് എങ്ങനെയാണെന്നുള്ളത്, ഏതൊക്കെ മെത്തേഡിലാണ് അത് ചെയ്യാൻ കഴിയാന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലേസർ എന്താണ്? ലേസർ ഇറ്റ് മീൻസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അറ്റോമിക് സിസ്റ്റം ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ് ഓർ എനർജി ലെവൽസ്. അതിൽ പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു 2 തരത്തിലാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അതാണ് പറയുന്നത് ഇഫ് ദ എമിഷൻ ഓഫ് ഫോട്ടോൺ ഈസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ കോസേഷൻ ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. അതായത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇതാണ് നമ്മുടെ ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കോസേഷനും സംഭവിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന പ്രോസസിനെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് എമിഷൻ. അത്തരത്തിലുള്ള എമിഷനെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് എമിഷൻ. ഇനി ഇങ്ങനെ നമ്മള് സംടൈംസ് എ ഫോട്ടോൺ സ്ട്രൈക്കിംഗ് ആൻ എക്സൈറ്റഡ് ആറ്റം ക്യാൻ ഇൻഡ്യൂസ് ദ ആറ്റം ടു റിട്ടേൺ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് ആൻ ഐഡന്റിക്കൽ ഫോട്ടോൺ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ആറ്റംസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോൺ എക്സ്റ്റേണൽ ആയിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യും. അത്തരം പ്രോസസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോട്ടോണ് വന്ന് സ്ട്രൈക്ക് ചെയ്യാം. അത്തരം എമിഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പൊ 2 തരത്തിലുള്ള എമിഷനാണുള്ളത്, സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും. അപ്പൊ ഈ 2 എമിഷൻ വഴിയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാല്
ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും എപ്പോഴും ആറ്റംസിന്റെ എണ്ണം ലാർജ്. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കൂടുതൽ ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു രീതി വിളിക്കുന്ന പേരാണ് എന്ത്? പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ മീൻസ് ദാറ്റ് there are more atoms in the excited state than in the ground state. ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കൂടുതൽ ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഉണ്ടാവുക. അത്തരം ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. 3 തവണ പറഞ്ഞിട്ടുള്ളത് സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എക്സാം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്നുള്ള പറഞ്ഞു. എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റത്തിനേക്കാളും കൂടുതൽ ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോപ്പുലേഷൻ ഇൻവേർഷൻ. ആ പോപ്പുലേഷൻ ഇൻവേർഷനുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പമ്പിങ്. ദ പ്രോസസ് ലീഡിംഗ് ടു പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് കോൾഡ് പമ്പിങ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് പമ്പിങ്? The process leading to population inversion is called pumping. അപ്പൊ ഇത്രയാണ് ലേസറിനുള്ള ഭാഗത്തുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലേസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ മോണോക്രോമാറ്റിസിറ്റി, സെക്കൻഡ് കൊഹറൻസ്, തേർഡ് വൺ ഹൈ ഇന്റൻസിറ്റി, ഫോർത്ത് ലോ ഡൈവേർജൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലേസറിന്റെ ഹയർ എനർജി സ്റ്റേറ്റ് പറഞ്ഞു, ലോ എനർജി സ്റ്റേറ്റ് പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, പോപ്പുലേഷൻ ഇൻവേർഷൻ, അതുപോലെ പമ്പിങ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് ലേസറിനെ കുറിച്ചിട്ടാണ്. 3 തരത്തിലുള്ള ലേസറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ റൂബി ലേസർ. അടുത്തായിട്ട് പറയുന്നത് റൂബി ലേസറിനെ കുറിച്ചിട്ടാണ്. ഇതാണ് റൂബി ലേസറിന്റെ അറേഞ്ച്മെന്റ്. ഈ ആന്ന് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ റൂബി റോഡ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പിങ്ക് റൂബി റോഡാണ്. ഈ പിങ്ക് റൂബി റോഡിന്റെ ഉള്ളിലുള്ളത് അലൂമിനിയം അയോൺസ് ആണ്. ഈ അലൂമിനിയം അയോൺസിന്റെ നമ്മൾ എന്ത് ചെയ്തു? ആ അലൂമിനിയം അയോൺസിന്റെ കുറച്ച് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? ക്രോമിയം അയോൺസിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ M1 M2 എന്ന് കാണിച്ചിട്ടുള്ളത് മിറേഴ്സ് ആണ്. അതുപോലെ ഈ റൂബി റോഡിന്റെ പുറത്ത് ഈ കാണിച്ചിട്ടുള്ളത് ഫ്ലാഷ് ലാമ്പ് ആണ്. ഈ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റേഡിയേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടേക്ക് ലൈറ്റിനെ ഉപയോഗിക്കുന്നത്. ഈ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചാണ് ഇവിടെ ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മള് പ്രോസസ് നടക്കണമെന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ഈ ഫ്ലാഷ് ലാമ്പ് ഓൺ ആക്കുന്ന സമയത്ത് ഈ ക്രോമിയം അയോൺസ് ഈ റൂബി റോഡിന്റെ ഉള്ളിലുള്ള, അതുപോലെ തന്നെ ഇവിടെ ഈ M1 എന്നിട്ടുള്ള മിറർ ഫുള്ളി സിൽവേർഡും M2 എന്ന് പറഞ്ഞിട്ടുള്ള മിറർ പാർഷ്യലി സിൽവേർഡും ആണ്. ഇവിടെ നമ്മൾ ഫ്ലാഷ് ലാമ്പ് ഓൺ ആക്കുന്ന സമയത്ത് ഈ റൂബി റോഡിന്റെ ഉള്ളിലുള്ള ക്രോമിയം അയോൺസ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, അയോൺസിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ആറ്റംസ് എല്ലാം ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാല് ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസിന്റെ എണ്ണം കൂടുതലാവും. അപ്പൊ ആ സമയത്ത് അവിടെ എന്തായി? അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്തു. അപ്പൊ അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടെയുള്ള ഈ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഒപ്റ്റിക്കൽ പമ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മള് പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലേസർ ബീം ഇതിലൂടെ കാണാൻ പറ്റും. ഈ M2 എന്ന് പറഞ്ഞിട്ടുള്ള മിററിലൂടെയാണ് നമുക്ക് ഇവിടെ ലേസർ ബീം, ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ M2 എന്ന് പറഞ്ഞ മിററിലൂടെയാണ് ഇവിടെ ലേസർ ബീം കാണാൻ കഴിയുക. ഇതിന് നോട്ട് ഞാൻ താഴെ PDF ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ക്ലാസ് നോക്കുക, നോട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, നോക്കുക. ഇതാണ് നമ്മുടെ ഹീലിയം നിയോൺ ലേസറിന്റെ അറേഞ്ച്മെന്റ്. ഈ കാണിച്ചിട്ടുള്ളത് ഈ ടീന്ന് കാണിച്ചതാണ് നമ്മൾ ഡിസ്ചാർജ് ട്യൂബ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹീലിയം നിയോൺ ലേസറിന് ഉപയോഗിക്കുന്ന ട്യൂബ്, ഡിസ്ചാർജ് ട്യൂബ്. ഈ
ഹീലിയം ആൻഡ് നിയോൺ എന്നുള്ള ഗ്യാസ് മിക്സ്ചറാണ് ഇവിടെ നമ്മൾ ലേസർ റിലാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഹീലിയം ആൻഡ് നിയോണിന്റെ മിക്സ്ചറാണ് ഇവിടെ നമ്മൾ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10:1 ആണ്. ഇതിൽ ഹീലിയം 10ഉം അതുപോലെ നിയോണ് 1 എന്നുള്ള റേഷ്യോയിലാണ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഈ M1 കാണിച്ചുള്ളത് M2 കാണിച്ചിട്ടുള്ള മിറേഴ്സ് ആണ്. M1 എന്ന് പറഞ്ഞാല് ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മിററും M2 എന്ന് പറഞ്ഞാല് പാർഷ്യലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മിററുമാണ്. ഈ ഭാഗം ആനോഡായിട്ടും ഈ ഭാഗം കാഥോഡായിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മള് ക്രോസ് നടത്തുന്ന വെച്ചാല് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് പാസ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യാണ്, ആറ്റംസ് മൂവ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മുടെ ഹീലിയം അയോൺസും നിയോൺ ആറ്റംസും ഉണ്ട്. ഹീലിയം ആറ്റംസും നിയോൺ ആറ്റംസും ഉണ്ട്. അപ്പൊ ആ 2 ആറ്റംസും കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് രണ്ടൊന്നും കൂട്ടിമുട്ടും. അപ്പൊ ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഹീലിയം ആറ്റംസ് നിയോൺ ആറ്റംസിനെ കൂട്ടിമുട്ടുമ്പോ ഈ ഹീലിയം ആറ്റംസ് അതിന്റെ എനർജി നിയോൺ ആറ്റംസിന് കൈമാറും. അപ്പൊ ആ നിയോൺ ആറ്റംസ് എന്ത് ചെയ്യും, എക്സെപ്റ്റ് ഈ ഹീലിയം ആറ്റംസ് നിൽക്കുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലും നിയോൺ ആറ്റംസ് നിൽക്കുന്നത് ലോവർ എനർജി സ്റ്റേറ്റിലുമാണ്, താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കൊളൈഡ് കൂട്ടിമുട്ടുന്ന സമയത്ത് ഇതിന്റെ എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ ഈ നിയോൺ ആറ്റംസും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാവും. അപ്പൊ ആ സമയത്ത് ഇവിടെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ആറ്റംസിന്റെ എണ്ണം കൂടുതലാവുക. അങ്ങനെയാണ് ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത്. ആ സമയത്താണ് ഇവിടെ നമുക്ക് ലേസർ ബീമിനെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് നടക്കുന്നത്. ഇതിന്റെ നോട്ടും നിങ്ങൾക്ക് തരാം. ഓക്കെ, പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. ഇതാണ് സോളിഡ് സ്റ്റേറ്റ് ലേസറിന്റെ അറേഞ്ച്മെന്റ്. ഇത് പി ജംഗ്ഷൻ, ഇത് എൻ ജംഗ്ഷൻ, പോസിറ്റീവ് നെഗറ്റീവ്. ഇത് ഹൈലി റിഫ്ലക്റ്റീവ്, ഇത് പാർഷ്യലി റിഫ്ലക്റ്റീവ്. ഇവിടെയാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അപ്പോ എന്ത് ചെയ്യും, അവിടെ ഹോൾസ് ഫോം ചെയ്യും. ആ ഹോൾസിൽ നിന്ന് വീണ്ടും ഇലക്ട്രോൺസ് അങ്ങനെ മൂവ് ചെയ്തിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൂടുതലാകും. അപ്പോൾ അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ലേസർ ബീമിനെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഈ ഫിഗർ നോക്കുക, നോട്ട് ഞാൻ അയച്ചുതരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലേസറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണ്. അടുത്തായിട്ട് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്യാസ് ലേസർ ഓവർ സോളിഡ് ലേസർ. ഗ്യാസ് ലേസറിന് സോളിഡ് ലേസറിനെ അപേക്ഷിച്ച് ഗ്യാസ് ലേസറിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കോസ്റ്റ് ഈസ് ലെസ്, ഗ്യാസ് ലേസർ ഈസ് മോർ ഇമ്പാക്ട്, ഗ്യാസ് ലേസർ ഈസ് മോർ മോണോക്രോമാറ്റിക്. അതേപോലെ അഡ്വാൻറ്റേജസ് ഓഫ് സെമി കണ്ടക്ടർ ലേസർ. It is small in size, just like LED. Construction is simple. No need of mirrors for feedback. Disadvantages: output is temperature dependent. Lacing medium is short. Diode is not suitable for industry. Okay, ഇതാണ് നമ്മുടെ ലേസേഴ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നമുക്ക് പറയാനുള്ളത് അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഈ ലേസേഴ്സ് നമുക്ക് എവിടേക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാന്നുള്ളത്. അടുത്തായിട്ട് അപ്ലിക്കേഷൻസ് ഓഫ് ലേസേഴ്സ്. ടൂൾ ഫോർ സർജറി, കട്ടിംഗ്, ഡ്രില്ലിംഗ്, വെൽഡിംഗ്, യൂസ്ഡ് ഫോർ റേഞ്ച് ഫൈൻഡിംഗ്, യൂസ്ഡ് ആസ് എ കാരിയർ ഇൻഫർമേഷൻ. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയാണ് ലേസറിന്റെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ലേസർ എന്താണെന്നുള്ളത് പറഞ്ഞു, അതിന്റെ പ്രിൻസിപ്പിള്, ക്യാരക്ടേഴ്സ്, 3 തരത്തിലുള്ള ലേസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിന്റെ നോട്ട്സ് ആണ് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. ഇത്രയാണ് ലേസറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ കൂടിയുണ്ട്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കൂടിയുണ്ട്. ഓക്കെ.